الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 155-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. واختار موسى അലൈഹിസ്സലാം തെരഞ്ഞെടുത്തു ഖൗമഹു തൻ്റെ ജനതയെ 70 റജുലൻ 70 ആളുകളായി ലിമീഖാത്തിന നമ്മുടെ നിശ്ചിത സമയത്തേക്ക് ഫലമ്മ അഖദത്ഹും അവരെ പിടികൂടിയപ്പോൾ അർ-റജ്ഫത്തു ഒരു പ്രകമ്പനം ഖാല അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവേ ലൗ ശിഅ്ത നീ ഉദ്ദേശിച്ചാൽ അഹ്ലക്തഹും നീ അവരെ നശിപ്പിച്ചതു തന്നെ മിൻ ഖബ്ലു മുമ്പ് വ ഇയ്യായ എന്നെയും അതുഹ്ലികുന നീ നശിപ്പിക്കുകയാണോ ഞങ്ങളെ നശിപ്പിക്കുകയാണോ ബിമാ ഫഅല സുഫഹാഉ മിന്ന ഞങ്ങളിലെ മൂഢന്മാർ ഞങ്ങളിലെ വിവരദോഷികൾ ചെയ്തതുകൊണ്ട് ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക ഇത് നിന്റെ ഒരു പരീക്ഷണം അല്ലാതെ അല്ല തുലില്ലു ബിഹ അതുകൊണ്ട് നീ വഴിതെറ്റിക്കുന്നു മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവരെ വതഹ്ദി മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു അന്ത വലിയുന നീയാണ് ഞങ്ങളുടെ രക്ഷകൻ ഫഗ്ഫിർ ലന ആയതിനാൽ അതുകൊണ്ട് അല്ലെങ്കിൽ ആയതിനാൽ ഇഗ്ഫിർ ലന നീ ഞങ്ങൾക്ക് പുറത്തു തരണം ഫഗ്ഫിർ ലന വർഹംന ഞങ്ങളോട് കരുണ കാണിക്കണം വ അൻത ഖൈറുൽ ഗാഫിരീൻ പൊറുക്കുന്നവരിൽ മാപ്പാക്കുന്നവരിൽ ഉത്തമൻ നീയാണല്ലോ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ വഖ്താറ മൂസ അലൈഹിസ്സലാം തെരഞ്ഞെടുത്തു ഖൗമഹു തൻ്റെ ജനതയെ 70 റജുലൻ 70 ആളുകളായിട്ട് ലിമീഖാത്തിന നാം നിശ്ചയിച്ച സമയത്തിലേക്ക് ഫലമ്മ അഖദത്ഹു റജ്ഫത്തു അവരെ ആ 70 പേരെ ബാധിച്ചപ്പോൾ അർ-റജ്ഫത്തു ഒരു ഘോര പ്രകമ്പനം ഖാല അദ്ദേഹം പറഞ്ഞു റബ്ബി ലൗ ശിഅ്ത അഹ്ലക്തഹും മിൻ ഖബ്ലു വേണമെങ്കിൽ അള്ളാഹ് നിനക്ക് ഇതിന് മുമ്പ് തന്നെ ഞങ്ങളെ നശിപ്പിക്കാമായിരുന്നു വയ്യായ എന്നെയും അതുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്ന ഞങ്ങളിലെ വിഡ്ഢികൾ ചെയ്തത് കൊണ്ട് ഞങ്ങളെ പിടികൂടുകയാണോ നീ ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക ഇത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല തുളില്ലു ബിഹാ മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു വതഹ്ദി മൻ തശാഉ നീ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു അന്ത വലിയുന നീയാണ് ഞങ്ങളുടെ വലിയ രക്ഷകൻ ഫഗ്ഫിർ ലന നീ ഞങ്ങൾക്ക് ആയതിനാൽ നീ പുറത്തു തരണം വർഹംന ഞങ്ങളോട് കരുണ കാണിക്കണം
വഅൻത ഖൈറുൽ ഗാഫിരീൻ, പൊറുക്കുന്നവരിൽ ഉത്തമൻ നീയാണല്ലോ. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 55, 56 ആയത്തുകൾ. വൈദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റത്തൻ ഫഅഖദതുകും സ്വാഇഖതു വഅൻതും തൻദുറൂൻ. നിങ്ങൾ പറഞ്ഞല്ലോ ജനങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറയും, ഞങ്ങൾ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന്. അപ്പോൾ നിങ്ങളെ ഒരു ഘോര ഗർജനം പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നിങ്ങൾ നോക്കി നിൽക്കെ, നിങ്ങളെ അവൻ അതിൽ നിന്ന് ജീവിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഇതേമാതിരി മാഇദയിൽ 12 ആളുകളെ തിരഞ്ഞെടുത്ത വേറൊരു സംഭവം പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും 70 ആളുകളെ തിരഞ്ഞെടുത്തൊരു ചരിത്രമാണ്. ഇത് എപ്പോഴാണ് എന്ന വിഷയത്തിലാണ് മുഫസ്സിറുകൾക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാലും സാധാരണഗതിയിൽ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തൂർ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഇവർ പശുക്കുട്ടിയെ ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഇതിൻ്റെ മുമ്പ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതിന് എന്താണ് ഇനി അതിന് പരിഹാരം, അവർ തൗബ ചെയ്യുന്നതിന് എന്ത് വേണം എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു അവരെ 70 തിരഞ്ഞെടുത്തു. ജനങ്ങളെ 70 തിരഞ്ഞെടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇഖ്താറ മൂസ ഖൗമഹു. ഇവ പ്രാതിനിധ്യം അവരിൽ നിന്ന് ഈ ഷിർക്കിൽ അകപ്പെട്ടിട്ടില്ലാതിരുന്ന 70 വിശിഷ്ട വ്യക്തികളെ, ആ ജനങ്ങളെ നയിക്കുവാൻ, അവരെ തൗബയിലേക്ക് അടുപ്പിക്കുവാൻ, അവരെ പ്രവാചകന്മാരെ അനുസരിക്കുന്നവരാക്കി മാറ്റുവാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി പരിവർത്തിപ്പിക്കുന്നതിന് മൂസാ നബി അലൈഹി സ്വലാമയെയും ഹാറൂൻ നബി അലൈഹി സ്വലാമയെയും സഹായിക്കുന്ന വിധത്തിലുള്ള 70 പേര് അവരാ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അവരുടെ ഉത്തരവാദിത്വം കൂടി ഇവർക്കുണ്ട്. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട മൂസ അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും നേതൃത്വം കൊടുക്കുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതിന് അവരെ സഹായിക്കുക. അങ്ങനെ 70 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, മൂസ അവരെയും കൊണ്ട് നീ ഒന്നുകൂടെ വരണം. അവരെയും കൊണ്ട് തൂർ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു തആല അവിടെ നിന്നും കൊണ്ടുപോയി എന്താണ് ഇനി വേണ്ടത് എന്ന നിർദ്ദേശം കൊടുക്കുക. തഫ്സീറുകളൊക്കെ പറയുന്നത് ഈ ജനങ്ങളും മൂസാ നബി അലൈഹിസ്സലാമയും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണം ഈ 70 പേരും കേൾക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയും ഇവരും തമ്മിലൊരു മേഘത്തിൻ്റെ മറ വീണിരിക്കുന്നു, എങ്കിലും ശബ്ദം കേൾക്കുന്നു. മൂസ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ, ഇതൊക്കെ അവർ കേൾക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ വഹയിൻ്റെ അന്തരീക്ഷം നീങ്ങി ജനങ്ങളിലേക്ക്, ഇവിടെ അല്പം ദൂരം നിർത്തിയിട്ടുള്ള ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞല്ലോ, അങ്ങനെ ഇജ്ജ് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൂല, നിങ്ങൾക്ക് അള്ളാഹനെ ഒന്ന് കാണണം. അതാണ് ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റത്തൻ, അള്ളാഹുവിനെ നേർക്കുനേരെ പരസ്യമായിട്ട് കാണണം. ആ സംഭവം തന്നെയാണ് ഇവിടെയും സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഒട്ടുമിക്ക തഫ്സീറുകളും നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. നമുക്കും അത്രേ പറയാൻ കഴിയുള്ളൂ. ഏതാണ് ഈ സംഭവം എന്ന് അല്ലാഹു തആല വ്യക്തമായി വേറെ പറഞ്ഞിട്ടില്ലെങ്കിലും പശുവിനെ ആരാധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം മുമ്പ് പറഞ്ഞതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു വരുന്നതിന് ഇടക്കായതുകൊണ്ട് അതുതന്നെയായിരിക്കും വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആണ് വഖ്താറ മൂസ ഖൗമഹു, ജനങ്ങളെ 70 തിരഞ്ഞെടുത്തു. 70 റജുലെന്നാണ്, ജനങ്ങളെ 70 ആളുകളായി തിരഞ്ഞെടുത്തു. പറഞ്ഞാൽ ആ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള 70 നായകരെ തിരഞ്ഞെടുത്തു. മീക്കാത്ത് എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മളിവിടെ 142 പറഞ്ഞു. വവാഇദ്ന മൂസ 30 ലൈലത്തൻ വഅത്മംനാഹ ബിഅശ്രിൻ ഫതമ്മ മീഖാത്തു റബ്ബിഹി 40 ലൈല. അങ്ങനെ 40 നിശ്ചിത സമയമെന്നും നിശ്ചിത സ്ഥലമെന്നും അതിനർത്ഥമുണ്ട്. ഹജ്ജിന് പോയിട്ടുള്ളവർക്കും ഉംറക്ക് പോയിട്ടുള്ളവർക്കും അത് സംബന്ധമായി വായിച്ചിട്ടുള്ളവർക്കും ഒക്കെ അറിയാം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ മീഖാത്ത് ഇഹ്റാം ചെയ്യാം, നിശ്ചിത സ്ഥലം എന്നാണ് അപ്പോൾ അതിനർത്ഥം. ഹജ്ജിനും ഉംറക്കും
നിയ്യത്ത് ചെയ്തുകൊണ്ട് പുറപ്പെടാൻ നിശ്ചിത സ്ഥലമുണ്ട്. അവിടെ മീഖാത്ത് എന്നാണ് പറയുക. ഇവിടെ മീഖാത്ത് വഖത്തുനിന്നുണ്ടായതാണ്, നിശ്ചിത സമയം. അപ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് 70 പേരെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം വന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചിട്ടില്ല. ഫലമ്മ അഖദത്തുഹുമുർ റജുഫത്തു, അവരൊരു പ്രകമ്പനം പിടികൂടിയെന്നാണ്. അപ്പോൾ ഈ പ്രകമ്പനം പിടികൂടിയത് എന്തുകൊണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ സൂറത്തു അൽ ബഖറയിലെ 55, 56 സൂക്തങ്ങളിൽ മനസ്സിലാക്കിയതായിരിക്കും എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ ഒരു ഘോരമായ പ്രകമ്പനം, അത് പ്രകമ്പനം ഉണ്ടാകുന്ന ആകപ്പാടെ മനുഷ്യനൊരു കമ്പനം, ഒരു ഇളക്കം ഉണ്ടാവുകയാണല്ലോ, താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഒന്ന് വിറപ്പിക്കപ്പെടുക. അതൊരു പക്ഷേ ഇടിമുഴക്കം കൊണ്ടാവാം. മനുഷ്യൻ നിന്നേരത്തുനിന്ന് ചാടിപ്പോകും ചിലപ്പോൾ ഒരു ഇടിയൊക്കെ നമ്മൾ അനുഭവിക്കണം. ചിലപ്പോൾ ഭൂമികുലുക്കത്തിലൂടെ ആവാം. ഇങ്ങനെ ഒരു പ്രകമ്പനത്തിന് അവർ വിധേയരായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുമില്ല. എങ്കിലും പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാല അപ്പോൾ അങ്ങനെ അവർ പ്രകമ്പനം കൂടിയപ്പോൾ അവർ ബോധരഹിതരായി വീണു. അവിടെ പറഞ്ഞിട്ടുള്ളത് മരിച്ചു വീടും തന്നെ. കാല അപ്പം മൂസാ നബി അലൈഹി സ്വലാം, കാരണം ആ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന 70 പേരാണ്. അദ്ദേഹം ഒറ്റക്ക് ഇവരെ ഇല്ലാതെ അങ്ങോട്ട് എങ്ങനെ മടങ്ങിപ്പോവുക? മടങ്ങിച്ചെന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ പിടികൂടൂലേ? 70 പേരെ കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കൂലേ? അപ്പോൾ അദ്ദേഹം കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേവലാതി, അദ്ദേഹത്തിൻ്റെ ആവലാതി, അദ്ദേഹത്തിൻ്റെ സങ്കടം ഒക്കെ അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്, റബ്ബി നാഥ ലൗ ശീത്ത, നീ ഉദ്ദേശിച്ചാൽ അഹ്ലക്തഹും മിൻ ഖബ്രി ഇയ്യായ, മുമ്പെന്നെ എന്നെ ഇവരെയൊക്കെ നശിപ്പിച്ചുകൂടായിരുന്നു. എത്ര സന്ദർഭം ഉണ്ടായിരുന്നു. ബനൂ ഇസ്രായേൽക്കാരും എല്ലാവരും കൂടെ ഈ ഫിറഔനിൻ്റെ നാട്ടിൽ വാഴുന്ന സമയത്ത് നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അവിടെ 10-30 കൊല്ലം ഞാനും അവരും ഒരുമിച്ച് കഴിഞ്ഞതാ. അത് കഴിഞ്ഞിട്ട് ചെങ്കടൽ കടത്തിയപ്പോൾ അവിടുന്ന് നിനക്ക് ഞങ്ങളെ നശിപ്പിക്കാമായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ജനങ്ങളുടെ മുമ്പിൽ വെച്ചാവുമല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് കുറ്റമുണ്ടാവില്ല. അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചുകൂടായിരുന്നു. ഇതാണ് ലൗ ശിഅ്ത അഹ്ലക്തഹും മിൻ ഖബ്ലു ഇയ്യായ, ഞാനടക്കം ഇപ്പം ഞാൻ ഒഴിവായിട്ട് എൻ്റെ കൂടെ വന്ന 70 പേര്, അതങ്ങനെയാണല്ലോ, ആരുടെ കൂടെ പോയത് അവരെയാണ് ആദ്യം പിടിക്കുക. അപ്പോൾ ജനങ്ങൾ ഇളകൂലേ? മൂസാ നബി അലൈഹി സ്വലാമയുടെ നേരെ അവർ അക്രമാസക്തരാകൂലേ? അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറയുക, അള്ളാഹ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തല്ലേ. ഇൻഹിയ തുഹ്ലിക്കുന, നീ ഞങ്ങളെ ഹലാക്കിലാക്കുകയാണോ, പരീക്ഷിക്കുകയാണോ, പ്രയാസത്തിലകപ്പെടുത്തുകയാണോ? ബിമാ ഫഅല സുഫഹാ മിന്ന, ഞങ്ങളിലെ വിവരക്കേടുള്ള വിഡ്ഢികൾ ചെയ്തതായിരുന്നു ആ പശുക്കുട്ടിയെ ആരാധിക്കുക എന്നുള്ളത്. ഈ 70 പേരും പശുക്കുട്ടിയെ ആരാധിച്ചവരല്ല, ഞാനും അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് വിഡ്ഢികൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി നാഥ നീ ഞങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുകയാണോ? ഇൻഹിയ ഇല്ലാ ഫിത്നത്തുക, അതാകട്ടെ നിൻ്റെ ഒരു കടുത്ത പരീക്ഷണമായിരുന്നു. ആ പശുക്കുട്ടിയെ ആരാധിച്ചു അവരെന്നുള്ളത്. അത് അങ്ങനെ ഒരു അവസരമുണ്ടായാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനല്ലേ വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. പക്ഷേ അതിൽ അല്പവിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ അതിൽ പെട്ടുപോയി, ശിർക്കിൽ പെട്ടുപോയി. അതും നിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. തുളിലു ബിഹാ മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴിതെറ്റിക്കുന്നു, നേർമാർഗത്തിൽ നിന്ന് അകറ്റുന്നു. തഹ്ദീ മൻ തശ, നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുക, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുക. ഇത് അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമമാണ്. അള്ളാഹു പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു പറയാൻ ആവശ്യപ്പെടുമ്പോൾ അവനിലേക്ക് ചേർത്ത് പറയാൻ. നമ്മൾ പറഞ്ഞല്ലോ, തീയിൽ പിടിക്കുകയോ തീയിൽ കിടക്കുകയോ ചെയ്താൽ പൊള്ളും. അപ്പോൾ അള്ളാഹു പൊള്ളിക്കുക തന്നെയാണ്. അല്ലാതെ നീ ഞങ്ങളെ പൊള്ളിച്ചു, തീ പോയി ചവിട്ടിയിട്ട് മേലെ തീക്ക് കൊടുത്തിട്ട് അള്ളാഹിൻ്റെ പണിയുണ്ടോ ഞങ്ങൾ പൊള്ളിച്ചിരിക്കണം? അപ്പോൾ അതിനുള്ള കാരണമുണ്ടാക്കുന്നത് മനുഷ്യരാണ്. അള്ളാഹു വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ വഴിതെറ്റാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് മനുഷ്യനാണ്. നേർമാർഗത്തിലാക്കുന്നു എന്നാണ്, നേർമാർഗത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ്. അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്.
പക്ഷെ അള്ളാഹു എൻ്റെ പ്രകൃതി നിയമം എന്നുള്ള നിലക്ക് അള്ളാഹു അങ്ങനെ പറയും, നാം വഴി അള്ളാഹുവാണ് സന്മാർഗത്തിലാക്കുന്നത്, അല്ലെങ്കിൽ നാഥ നീയാണ് സന്മാർഗത്തിലാക്കുന്നത്, നാമാണ് സന്മാർഗത്തിലാക്കുന്നത്. ഇങ്ങനെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയും. തുളില്ലു ബിഹാ മൻ തശാഉ തഹ്ദീ മൻ തശാ അൻത വലിയുന. എന്നിട്ട് പ്രാർത്ഥനയാണ്, അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. ഇത് നമുക്ക് കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. അൻത വലിയുന, അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. ഈ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അർത്ഥവും പ്രത്യേക ആശയവും പ്രത്യേക ഗാംഭീര്യം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി നമ്മൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ കാണാതെ പഠിച്ച് പലപ്പോഴും പ്രാർത്ഥിക്കാനാവിന് എളുപ്പമുള്ള എന്നാൽ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ളത് നമുക്കറിയും, അൽ ബഖറയിൽ നമ്മൾ പഠിച്ചു. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുള്ളതായിരുന്നു. അതേമാതിരി ഒരുപാട് പ്രാർത്ഥനകൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആലു ഇമ്രാനിലെ 7-ാമത്തെ റബ്ബന ലാ തുസിഗ് ഖുലൂബന അത് പഠിച്ചു. അൽ ബഖറയിൽ തന്നെ 250-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്നുള്ളത് ത്വാലൂത്ത് രാജാവും ജാലൂത്ത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ത്വാലൂത്ത് രാജാവിൻ്റെ പ്രാർത്ഥനയായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥന നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അൻത വലിയുന, അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അൻത വലിയുന എന്നാ നീ ഞങ്ങളുടെ രക്ഷകനാണ്, ഫഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ, വർഹംനാ ഞങ്ങളോട് കരുണ കാണിക്കണമേ, വഅൻത ഖൈറുൽ ഗാഫിരീൻ പുറത്തു തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവനുദ്ദേശിച്ച വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.